കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിനിമാ മേഖലയിൽ അനാവശ്യമായി ബിജെപിയെ വലിച്ചിഴയ്ക്കാനുള്ള ഒരു പ്രവണത നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം നടത്തുന്നവർക്കെതിരെ ബിജെപി അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് ഈ പ്രവണത അവസാനിപ്പിക്കണമെന്ന് ബിജെപി ഉത്തരവാദിത്തപ്പെട്ടവരോട് ആവശ്യപ്പെടുന്നു. ഇടനിലക്കാരെ വച്ച് കോടികൾ കൊടുത്ത് സിനിമാക്കാരെ വശത്താക്കേണ്ട ഗതികേട് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ബിജെപിക്കില്ല. അത് ഈ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കണം. ആരെങ്കിലും ബിജെപിയിൽ അംഗത്വമെടുക്കുകയും ബിജെപിയോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സിനിമാ മേഖലയിലും സാഹിത്യ മേഖലയിലുമുള്ളവർ അവർ ബിജെപിയോടൊപ്പം നിൽക്കുന്നത് ദേശീയതയോടുള്ള താല്പര്യം, നരേന്ദ്രമോദിയുടെ മികവുറ്റ ഭരണത്തിലുള്ള താല്പര്യം, അതോടൊപ്പം തന്നെ ബിജെപി ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിനോടുള്ള താല്പര്യം, ഇതാണ് സിനിമാ മേഖലയിലും സാംസ്കാരിക മേഖലയിലുമുള്ളവർ ആരെങ്കിലും ബിജെപിയോടൊപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് നിദാനമായിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരെ പണത്തിൻ്റെയും മറ്റ് ഇത്തരത്തിലുള്ള ഇക്കിളിപ്പെടുത്തുന്ന ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവരെ ഇക്കിളിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള നീചമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവഹേളിക്കാനും അപമാനിക്കാനും ശ്രമിക്കരുത്. ശ്രീ സുരേഷ് ഗോപി കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള ആൾക്കാർക്കൊരു ഉദാഹരണമാണ്. അദ്ദേഹം ഇന്ന് സിനിമാ മേഖലയിൽ സജീവമായിട്ട് നിന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എത്രയോ കോടികൾ ഉണ്ടാക്കാമായിരുന്നു. ആ കോടികളെല്ലാം തൃണവഗണിച്ചുകൊണ്ടാണ് ദേശീയതയ്ക്കൊപ്പം, നരേന്ദ്രമോദിക്കൊപ്പം, ബിജെപിക്കൊപ്പം സുരേഷ് ഗോപി വരാൻ തയ്യാറായത്. ഇങ്ങനെയുള്ള മാതൃക ഒരു സുരേഷ് ഗോപി മാത്രമല്ല, ഇങ്ങനെയുള്ള മാതൃകകൾ കേരളത്തിലും ഇന്ത്യയിലും നിരവധിയുണ്ട്. അവരെ അപമാനിക്കാൻ ആര് ശ്രമിച്ചാലും അത് വച്ചുപൊറുപ്പിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ശ്വേതാ മേനോനാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായത് ബിജെപിയുടെ പ്രതിനിധി എന്ന നിലയിലല്ല. ശ്വേതാ മേനോനെ തെരഞ്ഞെടുത്തത് ഈ കേരളത്തിലെ ബഹുമാന്യരായിട്ടുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ശ്വേതാ മേനോൻ ഒരു ദേശീയവാദിയാണ് എന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. ശ്വേതാ മേനോൻ നരേന്ദ്രമോദിയുടെ ഭക്തയാണ് എന്നും അറിയാം. അതേസമയത്ത് ശ്വേതാ മേനോൻ ബിജെപി അംഗമല്ല, ബിജെപിക്കാരിയല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ, ഒരു വനിതയെ ബിജെപിക്കാരിയായിട്ട് ചിത്രീകരിച്ച്, സാങ്കല്പിക ബിജെപിക്കാരിയായിട്ട് ചിത്രീകരിച്ച്, ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായപ്പോൾ ബിജെപി അമ്മ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ച് അതിൻ്റെ പേരിൽ കഥകൾ നെയ്തുണ്ടാക്കുന്ന ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമക്കാരോടും നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യമുള്ള ചില സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രകൃതികളോടും ബിജെപിക്ക് പറയാനുള്ളത്, CPM അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ MP ആയ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ഇന്നസെന്റ് അമ്മയുടെ പ്രസിഡന്റായപ്പോൾ ബിജെപി പറഞ്ഞില്ല അമ്മ പിടിച്ചെടുക്കാൻ CPMകാർ വിട്ട ആളാണ് ഇദ്ദേഹം ഇന്നസെന്റ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഇന്ന് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച പിഷാരടി എന്ന് പറയുന്ന കോൺഗ്രസുകാരൻ അമ്മയുടെ പ്രസിഡന്റായി വന്നപ്പോൾ, അതിന്റെ അഡ്വോ കമ്മിറ്റിയുടെ ചുമതലക്കാരനായിട്ട് വന്നപ്പോൾ ബിജെപിയുടെ ഒരു നേതാവും പറഞ്ഞില്ല കോൺഗ്രസ് പുറംവാതിലിലൂടെ അമ്മ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ഇന്നസെന്റ് പ്രസിഡന്റായപ്പോൾ CPM പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ പിഷാരടി പ്രസിഡന്റായപ്പോൾ കോൺഗ്രസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞിട്ടില്ല. നാളെ കോൺഗ്രസ് പ്രസിഡന്റാക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയെക്കുറിച്ചും ഞങ്ങൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ ഒരു മാന്യത പാലിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സിനിമാ മേഖലയിലുള്ള ആൾക്കാരുടെ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അതിന്റെ പ്രതിവിധി കണ്ടുപിടിക്കാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാർ സിനിമാ മേഖലയിൽ തന്നെയുണ്ട്.
അതിൽ BJP രാഷ്ട്രീയം കടത്തണ്ട, രാഷ്ട്രീയ ഇടപെടൽ വേണ്ട എന്ന മാന്യമായ പക്വതയുള്ള ഒരു സമീപനമാണ് ഇന്നേ വരെ കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളിൽ BJP അവലംബിച്ചിട്ടുള്ളത്. ആ മാന്യത സിനിമാ മേഖലയിൽ ഇരിക്കുന്ന ആൾക്കാർ പാലിക്കണമെന്നാണ് BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന സിനിമാ മുഖം മൂടി വെച്ച രാഷ്ട്രീയക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനി ആവർത്തിക്കരുത്, അത് അവസാനിപ്പിക്കണം.